പ്രിയപ്പെട്ടവരെ, പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന തിരുവനന്തപുരത്തെ BJP കൗൺസിലർ സംഘത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ശ്രീലേഖ. ശ്രീലേഖ ഇന്ന് ട്രെയിനിൽ ദില്ലിയിലേക്ക് പോകുന്നില്ല. പ്രധാനമന്ത്രിയുടെ വിരുന്ന് നടക്കുന്ന ദിവസം പങ്കെടുക്കുമോ എന്നതിലും വ്യക്തതയില്ല. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമെന്നാണ് വിശദീകരണം. പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഹരിമോഹൻ, ശ്രീലേഖ പിണങ്ങിയാണോ അതല്ല ഇവർ ട്രെയിനിൽ അങ്ങ് എത്തുമ്പോഴേക്ക് വിമാനത്തിൽ അങ്ങെത്താം എന്നുള്ളതാണോ ശ്രീലേഖയുടെ നീക്കം? അമ്മയ്ക്ക് വയ്യ എന്നാണ് പറയുന്നത്. എന്താണ് വാസ്തവം, ഹരി? അരുൺ, നിലവിൽ BJP നേതൃത്വത്തെ ശ്രീലേഖ വിവരം അറിയിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ വിമാനത്തിൽ ദില്ലിയിലേക്ക് നേരിട്ട് ചെന്ന് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അവർ അക്കാര്യം ഉറപ്പിച്ചു പറയുന്നില്ല. മാത്രമല്ല, നേതൃത്വത്തെ അങ്ങനെ താൻ പങ്കെടുക്കുമെന്നുള്ള വിവരം അറിയിച്ചിട്ടുമില്ല. അങ്ങനെ അറിയിക്കാത്തിടത്തോളം നമുക്ക് ശ്രീലേഖ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുക. എന്തായാലും ഇന്നിപ്പോൾ 12:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന കേരള എക്സ്പ്രസിൽ മറ്റ് കൗൺസിലർമാരോടൊപ്പം ശ്രീലേഖ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. ശ്രീലേഖയോടൊപ്പം തന്നെ, അതായത് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്ന വിവരപ്രകാരം ശ്രീലേഖയോടൊപ്പം തന്നെ MR ഗോപൻ എന്ന് പറയുന്ന മറ്റൊരു കൗൺസിലർ കൂടി ഇന്ന് പോകില്ല. പക്ഷേ MR ഗോപന് അതിൽ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് വരുന്ന ദിവസം, അതായത് 11-ാം തീയതി നേരിട്ട് വിമാനത്തിൽ ദില്ലിയിൽ ചെല്ലുകയും 13-ാം തീയതി നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ശ്രീലേഖയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പ്, അതായത് വരും ദിവസങ്ങളിൽ അങ്ങനെ ശ്രീലേഖ ചെല്ലുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതേവരെ നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ല. ഇതിപ്പോൾ അതൃപ്തി കാരണമാണോ അതെയോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമാണോ കാരണം എന്നൊക്കെയുള്ളതിൽ നേതൃത്വത്തിനും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഉണ്ട്. കാരണം ഇത് ആദ്യമായിട്ടല്ല ശ്രീലേഖയും നേതൃത്വവുമായി പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. സത്യപ്രതിജ്ഞ മുതൽക്ക് ഇങ്ങോട്ട്, മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടായ സത്യപ്രതിജ്ഞ മുതൽക്ക് ഇങ്ങോട്ട് നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് ശേഷം BJP നേതൃത്വവുമായോ അല്ലെങ്കിൽ കോർപ്പറേഷൻ നേതൃത്വം നൽകുന്ന മേയറുമായിട്ടോ ഒന്നും തന്നെ ഒരു ആശയവിനിമയം ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുണ്ടാവുന്നില്ല. പല നേതാക്കളും ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നിരന്തരം ഇവിടെ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീലേഖയോട് അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത അന്വേഷിക്കാൻ തന്നെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നിപ്പോൾ 12:15 ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടും. അതിൽ ഭൂരിഭാഗം കൗൺസിലർമാരും ഉണ്ടാകും. വരാതിരിക്കുന്ന ഒരു കൗൺസിലർ MR ഗോപനും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും അടുത്ത ദിവസം വിമാനത്തിൽ പോകും. ശ്രീലേഖ പക്ഷേ തിരുവനന്തപുരത്ത് തന്നെ തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വിരുന്ന് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ശ്രീലേഖ എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ, അപ്പൊ വിമാനത്തിലും പോകൂല അല്ലേ? അപ്പൊ താങ്ക് യു ഹരി. അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ, വീണ്ടും പിണങ്ങിയോ?